രണ്ട് കേൾവിക്കാരന്മാർ. ഒരു ചെറിയ ഗ്രാമത്തിൽ ഈത്താൻ, നോഹ എന്ന രണ്ട് ആൺകുട്ടികൾ മരപ്പണിക്കാരന്റെ പ്രവൃത്തിശാലയിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നു. മരപ്പണിക്കാരൻ ഒരു വൃദ്ധൻ എപ്പോഴും കുട്ടികൾക്ക് ജ്ഞാനപൂർവമായ പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, എപ്പോഴും ശക്തമായ തടിയും നേരായ മുറിവുകളും ഉപയോഗിച്ച് പണിയുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ജോലി നിലനിൽക്കും. ഈത്താൻ ഉത്സാഹത്തോടെ തലയാട്ടി. അതെ, ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം ദുർബലമായ തടിയും വളഞ്ഞ ആണികളും ഉപയോഗിച്ച് ഒരു കസാര പണിഞ്ഞു. അദ്ദേഹം മരപ്പണിക്കാരന്റെ വാക്കുകൾ പാലിച്ചില്ല. അദ്ദേഹത്തിന് കേൾക്കുന്നത് മാത്രം ഇഷ്ടമായിരുന്നു. നോഹയും ശ്രദ്ധപൂർവം കേട്ടു. അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം പതുക്കെ ജോലി ചെയ്തു. അദ്ദേഹം ഓരോ പലകയും അലന്നു, ശക്തമായ തടി തിരഞ്ഞെടുത്തു, ശ്രദ്ധപൂർവം ചുറ്റിക കൊണ്ട് അടിച്ചു, മരപ്പണിക്കാരൻ പഠിപ്പിച്ചതുപോലെ. ഒരു ആഴ്ചയ്ക്ക് ശേഷം അവർ ഇരുവരും തങ്ങളുടെ കസാരകൾ കാണിക്കാൻ കൊണ്ടുവന്നു. ഈത്താൻ കസാര ഇളകി. അദ്ദേഹം അതിലിരിക്കുമ്പോൾ പൊട്ടിപ്പോയി. നോഹയുടെ കസാര ശക്തവും സ്ഥിരവുമായിരുന്നു. മരപ്പണിക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വാക്കുകൾ കേൾക്കുന്നത് മാത്രം മതിയാകില്ല, അവ ചെയ്യുന്നവനാണ് നന്നായി പണിയുന്നത്. അതുപോലെ നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് മാത്രമല്ല, അത് അനുസരിക്കുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. പാഠം: ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് നല്ലതാണ്, എന്നാൽ അത് ജീവിതത്തിൽ പ്രയോഗിക്കുന്നത് നമ്മെ അവന്റെ കാഴ്ചയിൽ ശക്തരാക്കുന്നു. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമർക്ക് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം.